single step you take. My heart has always been an open door, 'cause you're the one that I've been waiting for. Oh, and I would wait for all my days. There's nothing I won't do if it leads me here to you. We're lost inside a dream that will never have to leave. Forever you are mine and I am yours. You are the one that I've been waiting for. Oh, and I would wait for all my days. There's nothing I won't do if it leads me here to you. Oh, and I would wait for all my days. Chasing trails in firelight, I remember that same night we fell in love all over again. In the glow of the moonlight, holding you close beside, felt my heart racing, looking in your eyes. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time and driving through the clouds and gazing at them stars. It's so beautiful with you. Waking up to your smile, all dazed and dreamy-eyed, I fell in love all over again. Spotting birds and butterflies, losing all our sense of time. Every day was a memory we made. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time and driving through the clouds and gazing at them stars. It's so beautiful with you. And diving in the sea when it's just you and me. It's so beautiful with you. Dance through the night, your hand held in mine. You're so beautiful, it's true. When the sun paints the sky, our hearts intertwined. It's so beautiful with you. So beautiful.
അതുപോലെ ഈ കുടുംബത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ജിമിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസിലെ സഭയിൽ എഴുതിയ ലേഖനത്തിൽ നിന്ന് വായിക്കുന്നു. ഭർത്താക്കന്മാരെ വിശുദ്ധ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യയെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭ എന്നതുപോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന പിതാവായ ദൈവമേ, ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മാറ്റപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഇവിടെ ആയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കുടുംബങ്ങളെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. വളരെ പ്രത്യേകമായി ഷാജുവിനെയും ആൻസിയെയും മക്കളെയും മരുമക്കളെയും എല്ലാം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സഭയ്ക്കും സമൂഹത്തിനെല്ലാം നൽകുന്ന ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകമായി ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഷാരൂണെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ ആരംഭ നിമിഷം മുതൽ അവനോടുകൂടെ ആയിരുന്ന മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെയും ഇന്ന് ഈ കുടുംബത്തിൻ്റെ ചുറ്റുപാട് നിന്നുകൊണ്ട് ഇവരുടെ കൂടെ ആയിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഷാരൂണിൻ്റെ കുടുംബത്തോട് ചേർന്ന് ഞങ്ങളെല്ലാവരും സ്വർഗത്തേക്ക് തീർത്ഥാടനം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് ഷാരൂണിന് വേണ്ടിയും ഇന്ന് പ്രത്യേകമായി നിന്റെ പുത്രനായ ഈശോയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീകർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും വളരെ പ്രത്യേകിച്ച് ഷാരൂണിനോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. As long as we are together, there's nothing we can't do. So stay close to me, and I'll stay there too. There's some things that I can do without, but something's not you. To this feeling that I'm feeling, and I can't believe that your love has come to me. And forever
ഭവനക്കാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിതത്തിന് കുടുംബത്തിന് രൂപം നൽകാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന് നന്മയ്ക്ക് വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറെ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഭവിക്കും. നിന്റെ ഭാര്യ എന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്ത് മുളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ മണവാട്ടിയായ ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി സ്വീകരിച്ചു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, കീഴുള്ളതെന്നാൽ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങളുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുകൊണ്ടിലൂടെ നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായിരിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗ്രഹിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്ന മിശിഹ നമുക്ക് മാർഗ ദീപമായിരിക്കട്ടെ. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാകുന്നു. സകലത്തിന്റെയും നാഥായിരിക്കും. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത് എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായിരിക്കും. പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ
ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. എന്നാൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകൻ. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ ശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറിയോ ചുരുകളോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവർ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്. അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവരെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചത്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈശോ ഒരുക്കി ദേവാലയത്തിന്റെ മധ്യത്തിൽ നിർത്തിയിരിക്കുന്ന ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട ഷാരൂൺ, ജിനി, അവരുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളുമായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. സാർവത്രിക സഭയിൽ ഒരു കുടുംബം കൂടെ രൂപപ്പെടുകയാണ്.
ദൈവം സൃഷ്ടിയിലെ ഇന്ന് നമ്മൾ വചനത്തിൽ വായിച്ചു കേട്ടതുപോലെ സൃഷ്ടിയിലെ തന്നെ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ജീവിത വഴിയാണ് വിവാഹം അല്ലെങ്കിൽ കുടുംബ ജീവിതം. നിങ്ങളുടെ മാതാപിതാക്കൾ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇത്രയും കാലം വളർത്തി പഠിപ്പിച്ച് ജോലിയിലൊക്കെ എത്തിച്ചതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കൃത്യമായ ഉത്തരം നിങ്ങളൊരു കുടുംബമായി തീർന്ന അല്ലെങ്കിൽ ഒരു പുരോഹിതനോ സമർപ്പിതനോ ഒക്കെ ആകാൻ വേണ്ടിയാണ് നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മെ ജനിപ്പിച്ച് വളർത്തി പരിപാലിച്ച് എത്തിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇതിനെ രണ്ടായിട്ടാണ്. കൊച്ചുപിള്ളേരെ വെച്ചാൽ പഠിക്കുന്നത് വെച്ചാൽ നല്ല ഒരു ഡോക്ടറാണ്, എഞ്ചിനീയറാവണം, അതൊരു പ്രൊഫഷനാണ്. എന്നാൽ വിവാഹം എന്ന് പറയുന്നത് ഒരു വൊക്കേഷൻ, ദൈവമാണ്. അബ്രഹാമിനെ, മോശയെ, പരിശുദ്ധാമയെ, പരിശുദ്ധാമയെ ഒക്കെ വിളിച്ചതുപോലെ നിങ്ങളെ രണ്ടുപേരെ ഇന്ന് സഭ കുടുംബ ജീവിതമാകുന്ന ജീവിതാന്തസ്സിലേക്ക് വിളിക്കുകയാണ്. ഈ വിളി നിങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞു. അത് നിങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ നിങ്ങളെ സഹായിച്ചു, നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ സഹായിച്ചു. പിന്നെ എന്തിനാണ് ജോലി? നിങ്ങൾ സൗദിയിൽ വളരെ കഠിനമായ ജോലി ചെയ്യുന്ന രണ്ടുപേരാണ്. ഈ ജോലി എന്തിനാണ്? നമ്മുടെ ദൈവവിളിയെ സംരക്ഷിച്ച് ജീവിക്കാൻ, നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ വൊക്കേഷൻ അല്ലെങ്കിൽ ദൈവവിളി ജീവിതാന്തസ് ജീവിക്കാൻ വേണ്ടിയാണ്. ഇന്ന് രണ്ട് കുദാശകൾ നമ്മൾ ഒന്നിച്ച് പരിഗണിച്ചു. നമ്മുടെ സീറോ മലബാർ സഭയുടെ രീതി അനുസരിച്ച് പ്രധാനപ്പെട്ട എല്ലാ കുദാശകളോടും കൂടെ കുർബാനയും പരിഗണന ചെയ്യും. കാരണം കൃപയുടെ വിചാരിച്ച് നിങ്ങൾക്ക് ആശംസകൾ നേർന്നത് പറഞ്ഞ 3 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്. സന്തോഷവും സമാധാനവും കൃപയും ഉള്ള ജീവിതം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നാണ് വിചാരിച്ചത്. ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കുന്ന കൊച്ചനും ഞങ്ങൾക്കിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് നൽകാനുള്ള ആശംസ എന്താണ്? നിങ്ങളുടെ ജീവിതം ഏറ്റവും സന്തോഷവും സമാധാനവും ദൈവ കൃപയും വരുന്നതായിരിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കൃപ കിട്ടുന്ന 2 ഉദാശകളാണ് വിവാഹവും പരിശുദ്ധ കുർബാനയും. ഒരു കൂദാശ പരികർമ്മം ചെയ്യാൻ നിങ്ങൾ തുടർന്ന് അച്ഛൻ കുർബാന അർപ്പിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ കുടുംബ ജീവിതമാകുന്ന കൂദാശ. അതുകൊണ്ടാണ് സ്ത്രീകളോട് പറയും അല്ലെങ്കിൽ പുരുഷന്മാരോട് പറയും, വിവാഹത്തിൽ പ്രവേശിക്കുന്ന ഒരാളുടെ ബലിപീഠം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബമാണ്. അത് വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. അവിടെ വെഞ്ചിരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പം നമ്മുടെ കുടുംബം വിശുദ്ധമായൊരു സ്ഥലമാണ്. നിങ്ങൾ വിവാഹം എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്ന സ്ഥലം അതാണ്. നമ്മുടെ കുർബാനയിൽ നിങ്ങളെ ശ്രദ്ധിച്ചറിയാം, തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാൻ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ഛനൊരു പ്രാർത്ഥന ചെയ്യും. ഈ കൂദാശ ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ നിങ്ങൾ ഈ കുടുംബജീവിതം നയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇത്തിരി കാര്യം പറയാം. സൈക്കോളജിക്കലായിട്ട്, ശാരീരികമായിട്ട്, സാമൂഹികമായിട്ടൊക്കെ വിവാഹത്തെക്കുറിച്ചാണ്. സഭയിൽ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ ഭക്തി ഉണ്ടാകും. അത് ദൈവത്തോട് ഏറ്റവും പ്രധാനമായിട്ട് ഭക്തിയുള്ള ആളുകളായിട്ട് തീരണം. പിന്നെ നിങ്ങൾ പരസ്പരം നമ്മൾ ലേഖനം വായിച്ചു കേട്ടു, ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണം. അത് നമ്മൾ എന്ത് പേര് വിളിക്കുന്നു? നമ്മുടെ മനസ്സിൽ ഭർത്താവിനോട് ഭക്തിയുള്ള ഭാര്യയും ഭാര്യയോട് ഭക്തിയുള്ള ഭർത്താവുമായി ജീവിക്കുമ്പോൾ 2 പേരും പരസ്പരം ബഹുമാനിക്കാൻ. നമുക്ക് ദൈവത്തോട് ഭക്തിയുണ്ടെന്ന് പറയുമ്പോൾ ഇതുകൊണ്ടാണ് പള്ളിയിൽ കയറുമ്പോൾ വിളിച്ചു വരികയും കുമ്പിടുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഭർത്താവിനൊക്കെ പറയുന്നത് ജീവിതത്തിലൊക്കെ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട്, സ്വാഭാവിക മനുഷ്യരെ. എങ്കിലും ഉള്ളിലുള്ളിൽ എൻ്റെ ഭർത്താവിനോട് എൻ്റെ ഭാര്യയോട് പരസ്പരം ഭക്തിയുള്ളൂ. അപ്പോൾ ദൈവം തരുന്ന മക്കൾ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണ് മക്കൾ. ലഭിക്കുന്നതോളം മക്കൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കണം. അവരെ ഭക്തിയോടെ വളർത്തണം. ദൈവം ഞങ്ങൾക്ക് തന്ന ദാനങ്ങളാണ് ഞങ്ങളുടെ മക്കൾ. ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്നത് പഠിച്ചിരുന്ന് വരാം, ചിലപ്പോൾ അനുസരണക്കാരെ കഴിക്കാം. അപ്പോൾ ആ കുഞ്ഞുങ്ങളോട് നിങ്ങൾ ഭാവിയിൽ ഇടപെടുമ്പോൾ ഈ ഭക്തി സൂക്ഷിക്കാനായിട്ടില്ല. 2ാമത്തെ കാര്യം ശ്രദ്ധയാണ്. ഇന്ന് വളരെ കുറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് ശ്രദ്ധ എന്ന് നിങ്ങൾ പറയാം അല്ലേ? നാളെ എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്നത്തെ ഒരു ചെറുപ്പക്കാരോട് ചോദിച്ചാൽ നാളെ നേരെ കൊടുക്കുമ്പോൾ ചിന്തിക്കാൻ എന്താ പറയുക? പണ്ടൊക്കെയുള്ള തലമുറ
വർഷങ്ങളോളം നമ്മുടെ മാതാപിതാക്കളുടെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാൻ, സൂക്ഷിച്ചു വയ്ക്കാൻ, തങ്ങളുടെ തന്നെ ജീവിതത്തിലൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ യുവജനങ്ങളെ കുറിച്ച് പൊതുവെ എല്ലാവരെ കുറിച്ചുമല്ല, നിങ്ങളെപ്പോലുള്ളവരെ കുറിച്ചല്ല, അങ്ങനെ എല്ലാത്തവരെ കുറിച്ച് പറയുന്നത് ആലോചനയില്ല. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് അമ്മ എന്താ ചെയ്യുന്നത് ആലോചിക്കുന്നത്. അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ നല്ല ശ്രദ്ധ. ഭർത്താവ് ഒരു തീരുമാനമെടുക്കുമ്പോൾ, ഒരു കാര്യം നടത്താൻ ആഗ്രഹിക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് ഭാര്യയാണ്. ഭാര്യ ഒരു കാര്യം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നതാകാം, ഉദാശങ്ങൾ സ്വീകരിക്കുന്നതാകാം, മാതാപിതാക്കളെ പരിപാലിക്കുന്ന കാര്യമാകാം, സമ്പത്ത് സൂക്ഷിക്കുന്ന കാര്യമാകാം. അങ്ങനെ ഒരു ഭർത്താവ് തീരുമാനമെടുക്കുമ്പോൾ അത് ഭാര്യ കൂടെ നിന്ന് ശ്രദ്ധിക്കണം. ഭാര്യ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ, ചെയ്യുമ്പോൾ ഭർത്താവും വീട്ടുകാരും കുടുംബക്കാരും എല്ലാം കൂടെ നിന്ന് ഇവരെ നിങ്ങളും ശ്രദ്ധിക്കണം. ഇവരെ കുടുംബമായി ഞങ്ങൾ പ്രാർത്ഥിച്ചു കല്യാണം കഴിക്കും നമ്മളല്ല. നമ്മളിന്ന് മതം ഇവർ രണ്ടുപേരും ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരാളുകളായിട്ട് തീരണം. ശ്രദ്ധിക്കുന്ന ആളുകൾ പറയുന്ന കാര്യം നിങ്ങളും ശ്രദ്ധിക്കണം. അപ്പോഴേ നമുക്ക് സന്തോഷമുള്ള, സമാധാനമുള്ള ജീവിതമുണ്ടാകും. മൂന്നാമത്തെ കാര്യം വിശുദ്ധിയോടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദാശകൾ എന്ന് പള്ളിയിൽ വന്നാലും യോഗ്യതയോടെ കുർബാന സ്വീകരിക്കാൻ പറ്റുന്ന ആളുകളായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും ചിന്തയും എല്ലാം ആ തരത്തിലുള്ളതായിരിക്കണം. നിങ്ങളുടെ മക്കളെയും അങ്ങനെ പരിശീലിക്കും. അപ്പം നിങ്ങൾ മരിക്കാൻ കിടക്കുമ്പോൾ ഈ കൂദാശ നന്നായി, വിവാഹം എന്ന കൂദാശ ഞങ്ങളുടെ മാതാപിതാക്കൾ വഴി ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചു. അത് നന്നായിട്ട് പരിഗണന ചെയ്ത് സന്തോഷത്തോടെ ഞങ്ങൾ മരിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ നല്ല മരണം കാണണം. അസ്വസ്ഥതയില്ലാത്ത, സന്തോഷമുള്ള, സമാധാനമുള്ള, ദൈവകൃപയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കാൻ ഈ ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധയോടെ, വിശുദ്ധിയോടെ, ഭക്തിയോടെ കൈകാര്യം ചെയ്യാം. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളായിരിക്കുന്ന കമ്പനികളിലും ആശുപത്രിയിലും ഒക്കെ നന്നായി ജോലി ചെയ്യാനും നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം സഭയും സമൂഹവും നിങ്ങളുടെ കുടുംബവും ഒത്തിരിയേറെ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവരും അനുമോദിക്കും. കാരണം മക്കളെ ഇത്രയും നന്നായി വളർത്തി കത്തോലിക്ക വിശ്വാസത്തിൽ ഇവിടെ വരെ എത്തിച്ച് കത്തോലിക്ക പള്ളിയിൽ വെച്ച് ഒരു വിവാഹം, രണ്ട് ക്രൈസ്തവ കുടുംബങ്ങൾ തമ്മിൽ വിവാഹത്തിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളെ അനുമോദിക്കുന്നു, നിങ്ങളുടെ മാതാപിതാക്കളെയും ഇതുപോലെ സഹോദരങ്ങളെ അനുമോദിക്കുന്നു. സഭയുടെ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും സഹോദരങ്ങൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ച് സന്തോഷമുള്ള ആരോഗ്യവും ആയുസ്സും ദൈവത്തെ ഒരു കുടുംബമായിട്ട് തീരുമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് സഭയുടെ ഈ പരിശുദ്ധ കുദാശയിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഈ കുദാശ വഴി നിങ്ങളെയും നിങ്ങളുടെ ബന്ധുമിത്രാദികളെയും നമുക്ക് എല്ലാവരെയും സമർത്ഥമായിട്ട് നിന്റെ മണവാട്ടിയെ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായി നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭയവിദ്യയെപ്പറ്റി പഠിപ്പിച്ച മിശിഹായി പരസ്പര വിശ്വസ്തതകളും ചാരിത്യശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായി നിന്റെ സഹായത്തെ ആശ്രയിച്ച് ദിവ്യസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മയും ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കാൻ ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തീവ്രത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സഹോദരൻ ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ
പുരുഷന് ജീവിത ശക്തിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂടാശ യോഗ്യതയോടെ പ്രകടനം ചെയ്യാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാകരം സമർത്ഥമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. ആമീൻ. രണ്ട് സാക്ഷികൾ ഇവിടെ വരണം. നല്ല ഭാഗത്തുനിന്ന് നിർവഹിക്കണം. ആനന്ദിക്കൊരു പ്രിയപുത്രിയും ആത്മവിഭൂഷിത പണവാട്ടിയും തിരുമണവാനും മനോയിന്നിൽ നയിച്ചല്ലോ. അനുവദിക്കപ്പെടുന്ന ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ ജിനി അനുവദിക്കപ്പെടുന്ന മരിയെ എന്റെ ഭാര്യയായി നിശ്ചയിക്കുന്നു. ജിനി അനുവദിക്കപ്പെടുന്ന മരിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ ഷാരോൻ അനുവദിക്കപ്പെടുന്ന ജോസഫിനെ ഭർത്താവായി നിശ്ചയിക്കുന്നു. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബ ജീവിതത്തിന് നമ്മുടെ കർത്താവ് നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. വിശ്വാസത്തിന്റെ സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി ശരീരമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസികളിലും ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷപൂർവ്വം സഹിക്കാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കാനും ഇതിൽ മുഖ്യമായിരിക്കുന്ന പോലീസ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തരായ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തരായ പരസ്പരമായിരിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവൃത്തിനെ അക്ഷരവസ്ത്രദാനം ക്ഷമാവിനെ അനുഗ്രഹിക്കുന്ന കാര്യമായ കർത്താവെ ഈ മന്ത്രങ്ങളോടെ ആശീർവദിക്കണം. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി എന്നെ ധരിക്കാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണം. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം
ഉണ്ടായിരിക്കണം. പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടെ ഏക മനസ്സായി ജീവിച്ചുകൊണ്ടാണ് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗകര്യത്താലും പരിശുദ്ധാത്മാവിനെ അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങളുടെ തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടെ നിന്ന് ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് ആളുകളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ അവിടെ നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. വിവാഹ കണ്ണൂനാശയാൽ വെറും വിശുദ്ധവും ഭീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കാൻ ഈ കൂതാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയെ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയമാവരുടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ യോഗ്യരാകട്ടെ. നിങ്ങളെ അപകടന്മാരായ നിങ്ങളെയും പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never
sky, 'cause you're a sky full of stars. I'm gonna give you my heart, 'cause you're a sky, 'cause you're a sky full of stars. 'Cause you light up the park. I don't care, go on and tear me apart. I don't care if you do. മതിമുഖിമാലതി അണിഞ്ഞൊരുങ്ങ്, മന്ദര കുങ്കുമമണിഞ്ഞൊരുങ്ങ്, മിന്നി നിൽക്കൂ വിളക്കായി നീ, പൂത്തു നിൽക്കൂ പൂനിലാവായി, പ്രണയരാഗില മലരേ, പ്രണയ പരാഗില മലരേ. മുല്ലയ്ക്ക് ഇന്നല്ലോ കല്യാണം, കല്യാണം. തോഴികൾ തരകൾ കാതിൽ പറഞ്ഞല്ലോ കിന്നാരം. നാടം നിറഞ്ഞു തൊടുത്തു വിരിഞ്ഞ പെണ്ണിന്നു വെണ്ണില പുഴയിൽ കുളിച്ചു. മോഹത്തിരകൾ മിഴിയിൽ ഇളകും പെണ്ണിനെ പുലരി സുഗന്ധം പുരട്ടി ഒരുങ്ങി. പൊൻകസവാലി സ്വപ്നങ്ങൾ ചെയ്ത പൂഞ്ചേലയണിഞ്ഞു. മാനത്തെ മുല്ലയ്ക്ക് ഇന്നല്ലോ കല്യാണം. മഴവിൽ വളകളണിഞ്ഞു, പാർക്കുഴലുമുഖിലുമെടഞ്ഞു. മൃദുവിരലാൽ ശിശിരം സുറുമ സഖിക്കുമിഴിനീളെഴുതി. മഴവിൽ വളകളണിഞ്ഞു, പാർക്കുഴലുമുഖിലുമെടഞ്ഞു. മൃദുവിരലാൽ ശിശിരം സുറുമ സഖിക്കുമിഴിനീളെഴുതി. മുല്ലയ്ക്ക് ഇന്നല്ലോ കല്യാണം, കല്യാണം. തോഴികൾ തരകൾ കാതിൽ പറഞ്ഞല്ലോ കർപ്പൂര കന്യകയെ വാരായി, അടിയളന്ന് അളന്ന് നയന്ന് നയന്ന് പാരായി. നീ മംഗള മഹാറാണിയേ, വലതിൽ കാലെടുത്ത് വാരായി നീയേ. നീ മതയണോ വളமாக, சென்றையணோ வரமாக, சேர்ந்தையணோ சுகமாக வாழ போற.
ஊருக்கெல்லாம் தோல் பறக்குது மம்பட்டி அட மம்பட்டியா எட்டத்துக்கும் கோடி பறக்குது மம்பட்டி அட மம்பட்டியா எட்ட கூட கல கலக்குது மம்பட்டி அட மம்பட்டியா பத்த கூட பாட பறக்குது மம்பட்டி அட மம்பட்டியா 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 மலையூரு நடாம மனசை கட்டு பூட்டாம ஒன்ன போல யாரும் இல்ல மாமா தஞ்சாவூர் ரசாங்க தாராளமா தந்தாங்க மனசுக்குள்ள எவனும் இல்ல ராமா So, on this lovely occasion, on behalf of everyone gathered here, I wish you a wonderful life together. Now, let's know more about our handsome groom, Sharon KG, from Bhuvagal family, son of Mr. George and Mrs. Nancy George. He completed his schooling from Bishop Bellobli Jubilee Memorial Higher Secondary School, Perupparam. He graduated from Jnanavadi Educational Institution, Salem. Currently, he is working as a safety officer in CAT International LLC, Dammam, Saudi Arabia. And our beautiful bride, Jimmy James, hails from Mundubarathu family, Vilakanur. She is the youngest daughter of Mr. James and Mrs. Jolly James. She completed her schooling from Chaparpura Higher Secondary School. She graduated from Presidency College of Nursing, Bangalore. Currently, she is working as a nurse in Howdah Bani Tamim General Hospital, Riyadh, Saudi Arabia. ഇനി നവദമ്പതികളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? അപ്പം ശാരദ, ജിമി ചേച്ചി ജീവിത പങ്കാളിയായി തെരഞ്ഞെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ആ ചേച്ചിയിലുള്ള ആ ഒരു അതുല്യമായിട്ടുള്ള ക്വാളിറ്റി ഏതാണ്? ഓ വെട്ടുമൊക്കെ ആള് പാവമാണ്, ആളിച്ചിരി പാവമാണ്, ഞാൻ ഇച്ചിരി വയലിലാണ്. അപ്പൊ അത് തെറ്റായി. പിന്നെ മൊത്തത്തിൽ ഓക്കെയാണ്, നല്ല കംഫോർട്ടാണ് നമ്മൾ സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ മുമ്പോട്ട് അങ്ങനെയാണ്. ഷാരൂഖ് ചേട്ടൻ പറഞ്ഞ എല്ലാരും കേട്ടോ? ഷാരൂഖ് ചേട്ടൻ പറഞ്ഞത് ജിമി ചേച്ചി ആള് പാവമാണ്, ഷാരൂഖ് ചേട്ടൻ കുറച്ച് വയലന്റ് ആണ്, പിന്നെ ആൾക്ക് സംസാരിച്ചപ്പോ കുറച്ച് കംഫർട്ട് കാര്യങ്ങളൊക്കെ തോന്നി, ഓക്കെയാണ്. അതുകൊണ്ട് പ്രൊസീഡ് ചെയ്യും. ഇനി ജിമി ചേച്ചി, ഷാരൂഖ് ചേട്ടനില് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച, അല്ലെങ്കിൽ ഇതാണ്, ഇത് മതി എന്റെ ജീവിത പങ്കാളി എന്ന് തോന്നാനിടയാക്കിയിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ഏതാണ്? ജിമി ചേച്ചി പറഞ്ഞത് ഷാരൂഖ് ചേട്ടൻ ഒരു കെയറിംഗ് ഏട്ടായാണ്, അതുപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു മറുപടി അല്ലെ? നിങ്ങളുടെ ഈ മറുപടിയില് സ്നേഹത്തിന്റെ ആഴവും ആത്മാർത്ഥതയും ഒക്കെ കാണാം. ദൈവം നിങ്ങളുടെ ഈ ബന്ധം എന്നും ഇങ്ങനെ തന്നെ പരസ്പര സ്നേഹത്തിലും മനസ്സിലാക്കലിലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകട്ടെ. ജീവിതത്തിലെ ഓരോ ദിനവും ഇന്നത്തെ പോലെയൊക്കെ തന്നെ മധുരിതമായി തീരുകയും ചെയ്യട്ടെ. Now, do you feel that the stage is incomplete? I feel so. ഇന്നത്തെ ഈ ദിവസം ഇവരെ പോലെ തന്നെ, ഇവരെക്കാൾ കൂടുതൽ കാണാൻ ആഗ്രഹിച്ചത് ഉറപ്പായിട്ടും ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയായിരിക്കും അല്ലെ? So, the stage is incomplete without their parents and siblings. ആദ്യമായി തന്നെ ഷാരൂഖ് ചേട്ടന്റെ കുടുംബം, പപ്പ ഷാജു അങ്കിൾ, അമ്മ ആൻസി ആന്റി, ഒപ്പം ബ്രദർ ശോഭൻ ചേട്ടനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി അടുത്തത് ജിമി ചേച്ചിയുടെ കുടുംബം, പപ്പ ജെയിംസ് അങ്കിൾ, അമ്മ ജോളി ആന്റി, എൽഡർ സിസ്റ്റർ ജിഞ്ചു ചേച്ചി, ഹസ്ബൻഡ് ഡിവൈൻ ചേട്ടൻ, മക്കളായ എവ്ലിൻ ആൻഡ് അബിൻ, ആൻഡ് അനദർ സിസ്റ്റർ ജിനു ചേച്ചി, ഹസ്ബൻഡ് അബിൻ ചേട്ടൻ, മകൾ നയറുകുട്ടി എന്നിവരെയും സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. Love begins and never ends. ദൈവം സ്നേഹത്തോടെ ഒരുമിപ്പിച്ച ഒരു ഒറ്റ കുടുംബം, ഇതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും മനോഹരമായ ദൃശ്യം അല്ലെ? Marriage is the fusion of two hearts, a harmony of two souls and the union of two families. ദൈവം സ്നേഹത്താൽ ഒരുമിപ്പിച്ച ഒരൊറ്റ ഫാമിലി ആയിട്ട് മാറിയിരിക്കുകയാണ്. Now this picture is perfect. The entire family of Sharon Chetan and Jimmy Chechi is
Now we move on to the truly sacred and symbolic part of this beautiful day, the lamp lighting ceremony. Light is not just brightness, it's a symbol of purity, hope and divine grace that illuminates every path of life. തിരി എന്നത് പ്രകാശത്തിന്റെ പ്രതീകം മാത്രമല്ല, അത് ദൈവാനുഗ്രഹത്തിന്റെ, പ്രത്യാശയുടെ, വിശുദ്ധിയുടെ പ്രതീകം കൂടിയാണ്. Now I invite our lovely couple Sharon and Jimmy to step forward and light the central lamp. മധുവരന്മാർക്ക് മധുരം വെക്കട്ടെ. ഷാരൂഖും ജിമ്മിക്കും മധുരം വെക്കട്ടെ. All the things you've done for love, I'll hold tight to keep from cold. Tell you all the things I've done for love, all the things I've done for love. Darling, let's go walking down your favorite city street. Every little morning I feel myself sinking deep. For you, for you, for you. Darling, I'd do anything for you. Love, what can be undone? Tell me all the things you've done for love, all the things you've done for love. I'll hold strong to keep from fall. Tell you all the things I've done for love, all the things I've done for love. Every little moment I feel myself sinking deep. For you, for you, for you. Darling, I'd do anything for you. What if we become? Tell me all the things you've done for love, all the things you've done for love. Darling, let's go walking down your favorite city street. Every little moment I feel myself sinking deep. तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। किया रे जो भी तूने कैसे किया रे, जिया को मेरे बांध ऐसे लिया रे।
अपना बना ले पिया, दिल के नगर में शहर तू बसा ले पिया। ിൽ
ഒരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലീളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂങ്കിരകൾ കായൽ തിരമാലകളാകെ തേടി വന്ന പൂവുകളായി പുൽക്കൂടിനരികിലായി ചേർന്നിരിക്കാം ചുംബന പൂവിതളെന്നിൽ ആദ്യാനുഭൂതികളായി ആദ്യാനുഭൂതികളിൽ ഞാൻ ഒഴുകി പ്രിയതരമായൊഴുകി പ്രണയമായി മിന്നൽ മഴ കയ്യിൽ നിട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാലിവില്ലാണു നീ മിന്നൽ മഴ കയ്യിൽ നിട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാലിവില്ലാണു നീ
सा है, इश्क ख्वाब ख्वाब सा है, मेरा बेहिसाब सा है, तेरे लफ्ज चूम लूं मैं, उर्दू की किताब सा है। जग तेरे लिए छोड़ी इश्क में दिल बना है, छोड़ी इश्क में दिल बना है, खो गया പാതി പാതി പറയാതെ നമ്മളിരു പാതിയായി പതിയെ. പ്രാണനിൽ പ്രണയ നീർനിലാത്തുള്ളി വീണലിഞ്ഞു തനിയേ. ശുഭയാത്ര പോയ ചിരികൾ ശലഭങ്ങളായി നിറയെ, അകമേ പടരും കുളിരും പ്രണയം. പാതി പാതി പറയാതെ നമ്മളിരു പാതിയായി പതിയെ. പ്രാണനിൽ പ്രണയ നീർനിലാത്തുള്ളി വീണലിഞ്ഞു തനിയേ. പ്രാണനേ പ്രാണനേ പ്രാണനിൻ ശ്വാസമേ. ജീവനേ ജീവനേ ജീവനിശ്വാസമേ. തിരയേറി വന്ന നോവുകൾ നീർപെയ്തു തേങ്ങവേ. അതിലോലലോലമാകുമെന്നനുരാഗരാമഴ നിറയെ നനയൂ ഹലിയൂ പ്രിയതേ. പാതി പാതി പറയാതെ നമ്മളിരു പാതിയായി പതിയെ. പ്രാണനിൽ പ്രണയ നീർനിലാത്തുള്ളി വീണലിഞ്ഞു തനിയേ. ശുഭയാത്ര പോയ ചിരികൾ ശലഭങ്ങളായി നിറയെ. അകമേ പടരും കുളിരോ പ്രണയം. I found a love for me. Darling, just dive right in, follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. Darling, just kiss me slow. Your heart is all I own, and in your eyes you're holding mine.
said you looked a mess. I whispered underneath my breath, but you heard it. Darling, you look perfect tonight. Well, I found a woman stronger than ever.